ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ഹൊച്ച്മിൻ സിറ്റിയിലെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കണ്ടാലോ. ഹൊച്ച്മിൻ സിറ്റിയിൽ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ വൈകുന്നേരം ആകുമ്പം നമ്മുടെ നാട്ടിലെ തട്ടുകട പോലത്തെ കുറേ സ്റ്റാളുകൾ ഇങ്ങനെ ഉണ്ടാവും. അത് ജ്യൂസ് ആയാലും ചെറിയ ചെറിയ സ്നാക്സ് ആയാലും സാധാ ഫുഡായാലും ബേക്കറി ഐറ്റംസ് ആയാലും അങ്ങനെ എല്ലാം കിട്ടും. ഇതൊക്കെയാണ് ഇവിടുത്തെ ബേക്കറി ഐറ്റങ്ങൾ. മെയിനായിട്ട് ഉണ്ടാവുന്നത് കേക്കും, പിന്നെ ചെറിയ ചെറിയ കേക്ക്, കപ്പ് കേക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ബെന്ന്, പിന്നെ എല്ലാത്തിൻ്റെ മുകളിലും മുട്ടീൻ്റെ മഞ്ഞ വെച്ചിട്ടുള്ള കുറേ കപ്പ് കേക്കുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാവും. ഇത് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും, അത്രക്കും അട്രാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റാളുകൾ ഉണ്ടാവും. എണ്ണക്കടികളോ സോസേജുകളോ എന്തെങ്കിലും സീ ഫുഡുകൾ ഗ്രില്ല് ചെയ്യുന്നതോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് നമ്മുടെ നാട്ടിലെ ബൻസും പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിലെ കുളമ്പില്ലേ, അതിനോട് സാമ്യമായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് ജ്യൂസ് ഷോപ്പാണ്. കൂടുതലും ഫ്രഷ് ഫ്രൂട്ടുകൾ ഇട്ടിട്ടാണ് ഇവിടെ ജ്യൂസും ഷേക്കും എല്ലാം അടിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് അധികവും ഇവരുടെ ഈ വിയറ്റ്നാമീസ് ഭാഷ മാത്രമേ അറിയുള്ളൂ. അതാണ് ഇവിടുത്തെ മെനു എല്ലാം ആ ഒരു ഭാഷയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഒരു 7 മണി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിൽ പോയിട്ട് ഇരിക്കുകയല്ലേ ചെയ്യൽ. ഈ ടൗണിലൊന്നും ഇങ്ങനെ നടക്കുകയൊന്നും ചെയ്യില്ലല്ലോ. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിരിക്കും. ഇവിടെ എല്ലാവരും ഉണ്ടാവും, കാപ്പി കുടിച്ചോണ്ടോ ജ്യൂസ് കുടിച്ചോണ്ടോ എന്തായിട്ടും എന്തെങ്കിലും എൻഗേജിൽ ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു അവോക്കാഡോ ഷേക്കാണ് പറഞ്ഞത്. ഇവിടുത്തെ ഈ സാധാരണ ഷോപ്പുകളിൽ എല്ലാത്തിനും പൊതുവെ വില കുറവായിരിക്കും. ഒരു മീഡിയം അവോക്കാഡോ ഷേക്കിന് ഇവിടെ വരുന്നത് 30,000 VND ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 90 രൂപക്ക് മുകളിൽ വരും. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒരു പ്രത്യേകതയാണ്. ഇവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഈ വൈകുന്നേരങ്ങളിലെ ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. അതൊരു 6 മണി തൊട്ട് 10 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളൊന്നുമല്ല, ചെറിയ ചെറിയ തട്ടുകടകളും അതിനടുത്ത് തന്നെ മേശയും കസേരയും ഇരിക്കാൻ വേണ്ടിയിട്ടും. ഇതാണ് ഇവിടുത്തെ രീതി. എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ചെറിയ ചെറിയ പാർട്ടികളും അങ്ങനത്തെ കാര്യങ്ങളും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. വൈകുന്നേരമായാൽ അധികവും ഇങ്ങനത്തെ കടകൾ നടത്തുന്നത് സ്ത്രീകളായിരിക്കും. ഈ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ്. ഞങ്ങൾക്കും ഒരു ദിവസം ഇവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുണ്ട്.